Hello, good afternoon. Good afternoon. Good afternoon, Miss. Okay. എങ്ങനെയാണോ ഏതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ? എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മറന്നുപോയാ? അബ്രീവിയേഷൻസ് ആണ് അല്ലെ? ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസിൽ വരുന്ന അബ്രീവിയേഷൻസ് ആണ്. പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ്സ് ഉണ്ട്, പിന്നെ അബ്രീവിയേഷൻസ് ഉണ്ട്. പ്രിഫിക്സ് സഫിക്സ് നമ്മൾ പറഞ്ഞു, റൂട്ട് വേർഡ്സ് നമ്മൾ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഉള്ള അബ്രീവിയേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്ലാസ്സിൽ. അതായത് മെഡിക്കൽ ടെർമിനോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഡീൽ ചെയ്യേണ്ടതുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്, അവിടെയുള്ള സ്റ്റാഫുകളായിട്ടും പേഷ്യൻസ് ആയിട്ടും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന്, അവിടെയുള്ള ജോലിക്കാർക്ക്, വർക്കേഴ്സിന്, വർക്ക്മെന്റിന്, അതുപോലെ തന്നെ മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നടത്താനുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന കോമൺ പ്രാക്ടീസിൽ അവർ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് എങ്ങനെയാണ് അബ്രിവിയേറ്റഡ് ഫോമിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അബ്രിവിയേഷൻസ് നമ്മൾ കണ്ടു. എത്ര എണ്ണം വരെ കണ്ടിരുന്നു? എത്ര പേരെ എടുത്തു? ഓർമ്മയില്ലേ? എത്ര അബ്രിവിയേഷൻസാ പറഞ്ഞത് ക്ലാസ്സില്? നോക്കിയേ നിങ്ങൾ നോട്ടില്. എത്ര എണ്ണം പറഞ്ഞതായിട്ട് കേട്ടതായിട്ട് ഇങ്ങനെ ഓർമ്മയിലുണ്ട് നോക്ക്. 24 ആ ഒരു പേജ് ഫുള്ള് തീർത്തില്ലേ? 29 പേജ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. 29th പേജ് വരെ എടുത്തില്ലായിരുന്നോ? നോക്കിയേ. ആ 29th വരെയുള്ള അബ്രിവിയേഷൻസ് നമ്മൾ പറഞ്ഞത് ഉണ്ടല്ലോ. അതെ, ഇവിടെ വരെയാണ് പറഞ്ഞത്. ആൻട്രിയോ വെൻട്രിക്കുലർ എന്ന് പറയുന്ന അവിടെ വരെ അല്ലെ? ആൻട്രിയോ വെനസ്, ആൻട്രിയോ വെൻട്രിക്കുലർ എന്നതിനെ സൂചിപ്പിക്കുന്ന AV അല്ലെങ്കിൽ A ഒരു ഹൈഫനേറ്റഡ് V, അത് രണ്ടാണ്. ആൻട്രിയോ വെൻട്രിക്കുലർ അല്ലെങ്കിൽ അതാണ് AV എന്ന് പറയുന്നത്. അടുത്തടുത്ത് A-V കൊടുത്തേക്കുന്നത് ആൻട്രിയോ വെനസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് -V കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ 29th വരെയുള്ള അബ്രിവിയേഷൻസ് ആ പറഞ്ഞത്. എന്തൊക്കെയാണ്? AMB എന്തിനെ സൂചിപ്പിക്കുന്നത്? AMB ജസ്റ്റ് വേഗം ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു കേട്ട് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ അതിന്റെ എന്താ പറയാ മീനിങ്സോ എന്തെങ്കിലും കണക്ട് ചെയ്തൊക്കെ പറഞ്ഞ് ആണ് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അബ്രിവിയേഷൻസ് ഫോം നോക്കിയിട്ട് അബ്രിവിയേഷൻ എന്തിനായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ കേട്ട് തന്നെ നമ്മൾ വായിച്ചു കൊണ്ട് മനസ്സിലാക്കി പഠിക്കണം. AMB എന്തിനെ സൂചിപ്പിക്കും? അതൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. ആംബുലേറ്ററി, അതായത് ആംബുലൻസ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആംബുലേറ്ററിയെ സൂചിപ്പിക്കുന്നതാണ് AMB. നോക്കാം, നിങ്ങൾ ഇത് നോട്ട് കയ്യിലില്ലേ? നിങ്ങൾ നോട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടില്ലേ? അപ്പൊ പ്രിന്റ് ഔട്ടുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ അതിനെ നോക്കിയെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാ. കാരണം അത് ഞാൻ ചോദിക്കുമ്പോ എങ്കിലും അത് നോക്കി അങ്ങനെ പറയുമ്പോ 2-3 പ്രാവശ്യം നമ്മൾ മനസ്സിൽ പറഞ്ഞു പഠിക്കുമ്പോഴാണല്ലോ അത് അറിയാൻ പറ്റാം. ബാക്കിയുള്ളവരുണ്ടായിരുന്നില്ലേ ഇന്നത്തെ ക്ലാസ്സില്? 5 പേരുണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? ടീച്ചർ പറയണ്ടായിരുന്നല്ലോ. 5ഓ 6ഓ എത്ര പേരുണ്ടായിരുന്നു? 5ആണോ? 5ആയിരുന്നു. 5ആയിരുന്നു. ബാക്കി പേരെവിടെ പോയി? ക്ലാസ്സില്ലാന്ന് വിചാരിച്ചു പോയാ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അടുത്തത്
ASAP എന്താണ് സൂചിപ്പിക്കുക? ASAP അതായത് ഡോക്ടേഴ്സും നഴ്സുമാർക്കോ സ്റ്റാഫുമാർക്കോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് അവര് അത് ഇതൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ അബ്രിവിയേറ്റഡ് ഫോം ഉപയോഗിക്കുന്നത്. ASAP എന്നതിനെ സൂചിപ്പിക്കുന്നതാ. ജസ്റ്റ് ഒന്ന് പറയേ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേ, നോക്കിയിട്ട് നോട്ടിൽ നോക്കിയിട്ട് പറയേ. As soon as possible. As soon as possible, ASAP. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ 2-3 ആവർത്തി പറഞ്ഞു നോക്കിയാൽ മാത്രം ഇത് ഇങ്ങനെ കുത്തിയിരുന്ന് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പോലെ, എന്താ പറയാ, PPL ആപ്പിൾ പഠിക്കുന്നത് പോലെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ നിങ്ങൾ അത് നോക്കിയെങ്കിലും പറയാ. ASAP, as soon as possible എന്നാണ് ASAPന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്തത് ANT എന്താണ്? ANT ഞാൻ പറയുന്നത് കേൾക്കണല്ലേ നിങ്ങള്? സൗണ്ട് ക്ലിയർ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തേ എനിക്ക് റിപ്ലൈ വന്നില്ല? ANT, ആന്റീരിയർ എന്നതിനെ സൂചിപ്പിക്കുന്ന അല്ലെ? ആന്റീരിയർ, ANTനെ ചുരുക്കി അതിന്റെ ആന്റീരിയറിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ്. AMA എന്താണത്? AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. AMA അഗെയിൻസ്റ്റ് മെഡിക്കലിന്റെ M, അഡ്വൈസിന്റെ A. അങ്ങനെയാണ് AMA. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഇങ്ങനെ അബ്രിവിയേഷൻ ഫോം ആണ്. അതായത് ചിലപ്പോ അവരുടെ സൗകര്യത്തിന്, അതായത് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അബ്രിവിയേഷൻസ് ഉപയോഗിക്കുന്നത്. അബ്രിവിയേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും വലിച്ചു നീട്ടി ചില കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അത് അവർക്ക് പെട്ടെന്ന്, നമുക്കറിയാം എല്ലാവരും പുറത്തു നിൽക്കുന്നവർ, പേഷ്യൻസ് ആയിക്കോട്ടെ മറ്റെല്ലാവരും തന്നെ, എല്ലാവർക്കും അവരവരുടേതായ സമയത്തിന് വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു മരുന്ന് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എളുപ്പം അവർക്കത് നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ 29 എണ്ണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അബ്രിവിയേഷൻസ്. അടുത്ത അബ്രിവിയേഷൻസ് നോക്കാൻ നമുക്ക് അടുത്ത പേജ് ഒന്ന് എടുത്തേ. നിങ്ങളുടെ സ്ക്രീനിലെങ്കിലും നിങ്ങൾ നോക്കാട്ടാ. സ്ക്രീനിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിലെങ്കിലും നോക്കി പറഞ്ഞു തന്നെ പഠിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല ഇതിന്. BBB, BBB ആണ് ചേർത്തേക്കണേ. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്ന അബ്രീവിയേഷൻ ആണ് കൊടുത്തേക്കണേ. BBB, ബണ്ടില് ബ്രാഞ്ച് ബ്ലോക്ക്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിനെ സൂചിപ്പിക്കുന്ന BBB എന്ന് പറയുന്ന അബ്രീവിയേഷൻ. കിട്ടിയോ? അങ്ങോട്ട് മനസ്സിലാക്കി പോയാൽ മതി, വേറെ പ്രശ്നം കുഴപ്പമില്ലല്ലോ. അടുത്തത് BID അല്ലെങ്കിൽ BD. BID എന്നോ BD എന്നോ അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ട്വൈസ് ഡെയിലി എന്നാണ്. ദിവസേന 2 തവണ എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു അബ്രിവിയേറ്റഡ് ഫോം ആണ് BID. BID that means twice daily. BD എന്നും അതിനെ നമുക്ക് വേണമെങ്കിൽ I ഇല്ലാതെ BD എന്ന് സൂചിപ്പിച്ചാലും സെയിം തന്നെയാണ്. സെയിം ആയിട്ടുള്ള അബ്രിവിയേറ്റഡ് ഫോം ആണ് ട്വൈസ് ഡെയിലി. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത BKA, ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. അതായത് ഈ മുട്ടിന് താഴെ, അതായത് മുട്ടിന്റെ താഴെയും അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ പാദത്തിന്റെ മുകളില് അങ്ങനെ അങ്ങനെയൊക്കെ കുറെ ആംപ്യൂട്ടേഷൻസ് ഉണ്ട്. ആ ഒരു ഭാഗത്തെയാണ് കേട്ടോ പറയാ. ബിലോ ദ നീ ആംപ്യൂട്ടേഷനെയാണ് നമ്മൾ BKA എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ എന്താ പറയാ ഈ താഴെയുള്ള, അതായത് വേസ്റ്റ് കഴിഞ്ഞിട്ട് താഴെയുള്ള ഭാഗത്തേക്ക് ഓരോ ആംപ്യൂട്ടേഷൻസ് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടിന് തൊട്ട് താഴെയുള്ള ഭാഗത്തെയാണ് ഒരു ആംപ്യൂട്ടേഷനെയാണ് നമ്മളുടെ, നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ സ്ട്രക്ചർ ഓഫ് ദ ബോഡി കാണിച്ചിട്ട് അതിന്റെ താഴെയുള്ള ഭാഗത്ത്, നമ്മുടെ അബ്ഡോമന്റെ താഴെയുള്ള ഭാഗത്ത് നിന്ന് തുടങ്ങി കുറെ ആംപ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പൊ മുട്ടിന് താഴെ വരുന്നുണ്ട്, കണങ്കാലിന്റെ താഴെ വരുന്നുണ്ട്, പാദത്തിന്റെ മുകളിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ എബവ് ആൻഡ് ബിലോ അങ്ങനെ അങ്ങനെ കുറെ ആംപ്യൂട്ടേഷൻസ് ഉണ്ട്. ഇത് BKA എന്ന് പറയുന്നത് ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ ആണ്. KNEE, നീ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഓർക്കുക. ബിലോ ദ B എന്നത് നീ, K എന്ന് പറയുന്നത് നീ ആണ്. ആംപ്യൂട്ടേഷനെ A എന്ന അക്ഷരം കൊണ്ടാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. BKA. അടുത്ത എന്താണ്? BM ആണ്. എന്താണ് BM എന്ന് പറയുന്നത്? BMന്റെ ഫുൾ ഫോം എന്താണ്? ബോവൽ മൂവ്മെന്റ് ആണ്. ഇത് ബോവൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, ബോവൽ മൂവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബോവൽ മൂവ്മെന്റ് എന്താ കേട്ടിട്ടുണ്ടോ? മൂവ്മെന്റ് ഇൻസൈഡ് ദ സ്റ്റൊമക് ആണ് കേട്ടോ. നമ്മുടെ
ലാർജ് ഇൻറ്റസ്റ്റൈൻ അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. അവിടെ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, അത് അവിടെ ഇവിടെ ആ ഭിത്തികളിലൊക്കെ തട്ടിയിട്ട് അതിന് എന്താ പറയാ, അത് പാർട്ടിക്കിൾസ് ആയിട്ടും അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയാ ഒരു ഫ്ലൂയിഡ് മാതിരിയോ അല്ലെങ്കിൽ ഒരു കുഴമ്പ് രൂപത്തിലേക്കോ ഒക്കെ മാറുന്നതിന് വേണ്ടി വരുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാ. ഈ ദഹന പ്രക്രിയക്ക്, ഡൈജഷന് എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത് ബൈ ദിസ് ബവൽ മൂവ്മെന്റ്. ഈ മൂവ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഡൈജഷൻസും അതുപോലെയുള്ള ഈ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതൽ കൂടുതൽ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ലാസ്റ്റ് അതൊരു കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കി മാറുക. ഡൈജഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ബോവൽ മൂവ്മെന്റ്. BM എന്ന അക്ഷരം കൊണ്ടാണ്, എന്ന 2 അക്ഷരങ്ങളാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുക. BP നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വാക്ക്, ഒരു അബ്രീവിയേഷൻ ആണ് അല്ലെ. BP കേട്ടിട്ടില്ലേ? എന്താണ് BP? ബ്ലഡ് പ്രഷർ. ബ്ലഡില് പ്രഷറിന്റെ ഒരു ഇതാണ്. അപ്പൊ ബ്ലഡ് പ്രഷർ ആണ് BP എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അബ്രീവിയേറ്റഡ് ഫോം ആണ്. BSc ബാച്ചുലർ ഓഫ് സയൻസ് അല്ലെ, അത് നമ്മൾ കേട്ടിരിക്കുന്ന അബ്രീവിയേറ്റഡ് ഫോം ആണ്. ബാച്ചുലർ ഓഫ് സയൻസ് എന്ന് പറയുന്നത് BSc. BS എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അടുത്ത BSA ബോഡി സർഫസ് ഏരിയ ആണ് കേട്ടോ. ബോഡിയുടെ സർഫസ് ഏരിയ, നമ്മുടെ ഒരു ഒരാളുടെ ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ പരപ്പളവ്, മൊത്തത്തിലുള്ള പരപ്പളവ്, അതാണ് BSA ബോഡി സർഫസ് ഏരിയ എന്നാണ് അതിനെ എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. BSA ബോഡി സർഫസ് ഏരിയ. അടുത്ത ഏതാ? BX എന്തിനെ സൂചിപ്പിക്കുന്നതാ നോക്ക്. നമ്മള് ബയോപ്സി. എന്താണ് ബയോപ്സി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ നമുക്ക്. BX ബയോപ്സി ആണ്. എന്താണത് ബയോപ്സി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ക്യാൻസർ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിന്റെ അവിടെ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലുള്ള എന്താ പറയാ ബ്രെയിനിലൊക്കെ ഉള്ള ട്യൂമർ, അതായത് മുഴകളോ അല്ലെങ്കിൽ തടിപ്പുകളോ അല്ലെങ്കിൽ എന്താ പറയാ കുരുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഹാംഫുൾ ആണോ നമ്മുടെ ശരീരത്തിന്, അത് ഹാംഫുൾ ആണോ, ദാറ്റ് മീൻസ് അത് ക്യാൻസറസ് ആയിട്ടുള്ള, അതായത് ക്യാൻസറിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കും. ആ ഒരു ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ ആണ് BX എന്ന് പറയുന്ന ബയോപ്സി എന്നത് ആയിട്ട് പറയുന്നത് കേട്ടോ. BX ആണ് ബയോപ്സിയുടെ എന്താ പറയാ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രിവിയേറ്റഡ് ഫോം. അടുത്ത C, ഒരു ഹൈഫൺ, വിത്ത് എന്നാണ് അർത്ഥം. വിത്ത് മീനിങ് ആണ് ഇതിന്. C എന്നിട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടാൽ വിത്ത് എന്നാണ്, അത് കൂടെ, വിത്ത് അതിന്റെ ഒപ്പം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. അടുത്ത ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുന്നതാണ്. C-ന്റെ മുമ്പാണ് കേട്ടോ ഡിഗ്രിയുടെ ആ ഒരു സംഭവം ഉള്ളത്, അതായത് 0 കിടക്കുന്നത്. സിക്ക് തൊട്ട് മുമ്പിൽ ഒരു പൊക്കത്തിലായിട്ട് ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 32 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഇപ്പൊ നമ്മളുടെ ബോഡിയിൽ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ തെർമോമീറ്റർ വെച്ചിട്ട് ഉള്ളിൽ നോക്കും. ഇപ്പൊ അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ വേറെ പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇങ്ങനെ ഒരു സ്റ്റാപ്ലർ മാതിരിയുള്ള ഒരു സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും എത്രത്തോളം ടെമ്പറേച്ചർ ബോഡിയിൽ ഉണ്ടെന്ന്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ ഒരു 0 ഇട്ടിട്ടാണ് C ഇവിടെ നേരെ തിരിച്ചാ കിടക്കുന്നത്. C കഴിഞ്ഞിട്ടാ 0 കിടക്കുന്നത്, തെറ്റാണ്. സെന്റിഗ്രേഡ് ഓർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അതിനെ പറയാ, ഡിഗ്രി സെൽഷ്യസ്. അടുത്ത CA പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ കേട്ടിരിക്കുന്ന ഒരു എന്താ പറയാ കെമിക്കൽ നെയിം, അതാണ് കാൽഷ്യം. അതിന്റെ എന്താ പറയാ വേർഡ് അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അക്ഷരം എന്ന് പറയുന്നത് CA എന്നാണ്. CA കാൽഷ്യം തന്നെയാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മെഡിക്കൽ ടേമിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്നത് CA കെട്ടഴിഞ്ഞാൽ ഓർത്തിരിക്കുക, CA അബ്രിവിയേറ്റഡ് ഫോം ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് കാൽഷ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അടുത്ത CA, ദാറ്റ് മീൻസ് അവിടെ CAയും ആദ്യം എഴുതിയ CAയും തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായേ? ആ 2 CAയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? രണ്ടും CA തന്നെയാണ്. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ. അത് തന്നെ. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ, എന്നിട്ട് അതിന്റെ കൂടെ സ്മോൾ ലെറ്റർ ആയിട്ടാണ് A തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് അത് കാൽഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് 41 അല്ലെങ്കിൽ 41st നമ്പറിൽ കൊടുത്തിരിക്കുന്ന CAയില് Cയും ക്യാപിറ്റൽ ലെറ്റർ ആണ്, Aയും ക്യാപിറ്റൽ ലെറ്റർ ആണ്. അവിടെ കാർഡിയാക് അറസ്റ്റ് എന്നാണ് അതിന്റെ, അതായത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ് CA എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒന്ന് നോക്കിയേക്കണം. അടുത്ത CABG, ഇത് നമ്മൾ പറഞ്ഞു കേട്ട ഒരു സംഭവം തന്നെയാണ്. കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചപ്പോ എന്താണ് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു സർജിക്കൽ പ്രോസസ് ആണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിന്റെ
ഷോർട്ട് ഫോം ആണ് CABG. അതായത് നമ്മുടെ ശരീരത്തില് എന്താ പറയാ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പാർട്സിൽ, അതായത് നമ്മുടെ ആർട്ടറീസിൽ, അതായത് രക്തക്കുഴലുകളുടെ അവിടെ ഫാറ്റ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്നതുകൊണ്ട്, കൊളസ്ട്രോളുകൾ അതുപോലെ തന്നെ കാൽഷ്യംസ് ഒക്കെ കൂടുതൽ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് പ്ലാക്സ് പോലെ എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് കട്ടിപിടിക്കും. അതിങ്ങനെ കൂടി കൂടി അവിടെ നിന്ന് കട്ടിപിടിക്കും. കട്ടിപിടിക്കുക കഴിയുമ്പോൾ എന്ത് പറ്റും, അവിടെ ബ്ലഡ് സർക്കുലേഷനുള്ള പാസേജ്, അതിന്റെ ആ പാസേജ് ബന്ധാകുക, അതായത് ക്ലോസ് ആയി പോവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ അത് ഇങ്ങനെ പോയി അത് ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ നമുക്ക് ആ ഒരു സർജറിയിലൂടെ ആ പ്ലാക്സ് റിമൂവ് ചെയ്ത് ശ്വാസഗതി, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ശരിയായ രൂപത്തിലാക്കി നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിക്കാൻ, കാർഡിയാക് അറസ്റ്റിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സർജറിയാണ് CABP എന്ന് പറയുന്നത്, BG എന്ന് പറയുന്നത് കേട്ടാ. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, അത് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു സർജറിയാണ്. ഓക്കെ, അടുത്ത CAD, അത് നമ്മൾ കേട്ടിരിക്കുന്നതാണ്, നമ്മുടെ കാർഡിയോളജിയിൽ തന്നെ പറഞ്ഞതാണ്. ഏതാണത്? കൊറോണറി ആർട്ടറി ഡിസീസ്. C കൊറോണറി, A ആർട്ടറി ഡിസീസിന്റെ D ആണ്. ഓക്കെ, CAD. CABG എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ CAD കൊറോണറി ആർട്ടറി ഡിസീസ് എന്നതിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രീവിയേറ്റഡ് ഫോം ആണ്. അടുത്ത എന്താ, ഈ പേജില് വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ നമുക്ക് എന്താ പറയാ ഫെമിലിയർ ആയിട്ടുള്ളതും കുറച്ചൊക്കെ നമ്മൾ കേട്ടതും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. അടുത്തത് ഏതാ? CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് കേട്ടോ. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണ് CBC. ഇതൊക്കെ അങ്ങനെ തന്നെ പഠിക്കാനുള്ളൂ, ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ, എന്താണതെന്ന് പറയുന്നതേ ഉള്ളൂ ചിലതൊക്കെ. CBC എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത CC, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, നോർമലി അത് തന്നെയാണ് ഉപയോഗിക്കുക. ക്യൂബിക് സെന്റിമീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? CC എന്ന് വിളിക്കുക, ക്യൂബിക് സെന്റിമീറ്റർ, CC. എന്നാൽ അത് തന്നെ CC ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ CC അല്ലെങ്കിൽ C/C, അത് ചീഫ് കംപ്ലൈന്റിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അവിടെ വ്യത്യാസമുണ്ട്. അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. സ്മോൾ ലെറ്റേഴ്സ് CC ആണെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്നും, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ CC സൂചിപ്പിക്കുന്നത് ചീഫ് കംപ്ലൈന്റ്, മുഖ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരാതി, അതാണ് CC or C/C. അടുത്ത CCU, ഏതാണ്? CCU കൊറോണറി കെയർ യൂണിറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. കൊറോണറി കെയർ യൂണിറ്റ്, അതായത് എന്താ പറയാ നമ്മളുടെ കൊറോണറി ആർട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെയറിങ് കൊടുക്കുന്ന ഒരു സ്ഥലം, കൊറോണറി കെയർ യൂണിറ്റ് ആണ് CCU എന്ന് പറയുന്നത്. അടുത്തേതാണ്? CHF ആണ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് കേട്ടാ. CHF എന്ന് പറയുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. ഹാർട്ട് ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണ് CHF, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. അടുത്തത് CL, അത് നമ്മളുടെ കെമിക്കൽ നെയിം തന്നെയാണ്, ക്ലോറൈഡ്. CHLORIDE, ക്ലോറൈഡ്. അത് തന്നെയാണ്, ആ അക്ഷരം തന്നെയാണ് നോർമലി സാധാരണ കെമിക്കൽ നെയിം യൂസ് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം. CL എന്നാണ് കേട്ടോ, ക്ലോറൈഡ്. അടുത്തേതാണ്? CM, അതും അതെ ഫെമിലിയർ ആയിട്ടുള്ള ഷോർട്ട് ഫോം തന്നെയാണ്. സെന്റിമീറ്ററിനെ നമ്മൾ ചുരുക്കി ഉപയോഗിക്കുന്നത് CM, 10 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അടുത്ത CM ഇട്ടിട്ട് മുകളിൽ ഒരു 3 കൊടുത്തിട്ടുണ്ട്, ക്യൂബിക് സെന്റിമീറ്റർ എന്ന് നമുക്ക് വിളിക്കാം. സെന്റിമീറ്റർ ക്യൂബ് എന്നോ ക്യൂബിക് സെന്റിമീറ്റർ എന്നോ അതും നോർമലി നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. മെഡിക്കലിൽ മാത്രമല്ല എല്ലായിടത്തും നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ള. CM സെന്റിമീറ്റർ ആണ്, CC ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ CM ക്യൂബ് എന്ന് പറയുന്നത് ക്യൂബിക് സെന്റിമീറ്റർ ആണ്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ക്യൂബിക് സെന്റിമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഷോർട്ട് ഫോംസ് CC ആകാം, CM എന്നിട്ട് മുകളിൽ ഒരു ചെറിയ 3 ക്യൂബിക് സെന്റിമീറ്റർ, അതും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അടുത്തത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഷോർട്ട് ഫോമിൽ പറയുന്നത് CNS എന്നാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം. ഏതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്? CNS, അബ്രിവിയേറ്റഡ് ഫോം ആണ്. ഈ പേജിലെ വലിയ കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക. BBB ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ്. നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടി അത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണേ. അത് കൂടുതലായിട്ട് നിങ്ങൾ അതിന്റെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല, അതെന്താണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, BID ട്വൈസ് ഡെയിലി, ദിവസേന 2 തവണ എന്നാണ്. BKA ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ ആണ്, ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ BKA. BM ബോവൽ മൂവ്മെന്റ്, ബോവൽ മൂവ്മെന്റ്.
BP ബ്ലഡ് പ്രഷർ ആണ്. BS ബാച്ചിലർ ഓഫ് സയൻസ്. BSA ബോഡി സർഫസ് ഏരിയ. BSA ബോഡി സർഫസ് ഏരിയ. BX ബയോപ്സി ആണ്. C വെറുതെ C ആണ്, ഒരു ഹൈഫൻ ഉണ്ട്. വിത്ത് ആണ്. C ഇട്ടിട്ട് മുകളിൽ ഒരു സിക്ക് മുകളിൽ ഒരു 0 കൊടുത്താൽ ഡിഗ്രി സെൽഷ്യസ്. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാട്ടോ. അവിടെ ഡിഗ്രി സെൽഷ്യസിന് ഡിഗ്രി ആണ് ആദ്യം എഴുതേണ്ടത്, എന്നിട്ടാണ് C ഇടുന്നത് കേട്ടോ. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സെന്റിഗ്രേഡ് എന്ന് പറയും. CA കാൽഷ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. CA ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ കാർഡിയാക് അറസ്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അതിന് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ്. രണ്ടും തന്നെയാണ് ഗ്രാഫ്റ്റിംഗ്, അതിന്റെ കൂടെ ING ആ പ്രൊസീജിയർ ആയതുകൊണ്ട് ഗ്രാഫ്റ്റിംഗ് എന്ന് ഗ്രാഫ്റ്റ് എന്ന് പറയാം. CAD കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. CC ക്യൂബിക് സെന്റിമീറ്റർ, അതുപോലെ തന്നെ സെന്റിമീറ്റർ ക്യൂബ്. CM ഇട്ടിട്ട് മുകളിൽ ക്യൂബ് ഇട്ടാലും 3 ഇട്ടാലും സെന്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. CCU കൊറോണറി കെയർ യൂണിറ്റ്. CC വെറുതെ CC എന്നോ അല്ലെങ്കിൽ സ്ലാഷ് ഇട്ട് CCO കൊടുത്താൽ ചീഫ് കംപ്ലൈന്റ് ആണ്. CL ക്ലോറൈഡ്. CM സെന്റിമീറ്റർ പറഞ്ഞു നമ്മള്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്രമായിട്ടുള്ള നെർവസ് സിസ്റ്റം എന്നാണ്. അപ്പൊ അതൊന്ന് നോക്കിയേ വേഗം. 52 വരെ 30 തുടങ്ങി 52 വരെ ജസ്റ്റ് വേഗം ഒന്ന് കണ്ണുടിച്ചേ. ഈ ചാപ്റ്ററിൽ അത് മുഴുവനും നമുക്ക് പഠിക്കാനുള്ളത് മുഴുവനും പ്രിഫിക്സും സഫിക്സും റൂട്ടും അതുപോലെ അബ്രീവിയേഷനും ആണ് ഈ ചാപ്റ്ററിൽ ഫുള്ളും കേട്ടോ. ആ ഒരു ആദ്യത്തെ പേജിൽ മാത്രമേ എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നും എന്തിനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എഴുതാനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് വാക്കുകളുടെ കൂടെ റൂട്ട് വേർഡ്സിന്റെ കൂടെ മുമ്പിലും പിറകിലും ഒക്കെ ചേർത്തോ അല്ലെങ്കിൽ അബ്രീവിയേറ്റഡ് ഫോമിലോ ഒക്കെ മെഡിക്കൽ ടെർമിനോളജിയിൽ ടേംസുകൾ ഉപയോഗിച്ചാൽ അത് കൂടുതൽ കൺവീനിയന്റ് ആയിരിക്കും അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും. അതായത് സ്റ്റാഫിനോടോ അല്ലെങ്കിൽ മറ്റാളുകളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയാകും. ഓക്കെ, അടുത്ത് പറയാലോ. ഓക്കെ, അടുത്തത് നോക്കുക. C/O ആണ് അടുത്തത്. അതായത് ഒരു ചെറിയ സ്മോൾ ലെറ്റേഴ്സ് ആണ് രണ്ടും ഉപയോഗിച്ചാണ്. C ഇട്ടിട്ട് ഒരു /O ആണ്. കംപ്ലൈനിങ് ഓഫിനെ ഷോർട്ട് ആക്കി ചെയ്തിരിക്കുന്ന C/O എന്ന് പറയുന്നത്. അപ്പൊ C/O ഓർക്ക്, കാരണം അതങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? തൊട്ട് താഴെ അതിന്റെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേറെ വാക്ക് വരുന്നുണ്ട്, വേറെ ഒരു അബ്രിവിയേഷൻ വരുന്നുണ്ട്. അപ്പൊ C/O സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ കംപ്ലൈനിങ് ഓഫ് ആണ്. CO ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. കാർഡിയാക് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് CO. അടുത്തത് ഏതാ? CO2 ആണ്. CO എന്ന് എഴുതിയിട്ട് താഴെ ഒരു ചെറുതാക്കിയാണ് 2 എഴുതാ. ഇതിവിടെ കോമൺ ആയിട്ട് CU കഴിഞ്ഞിട്ട് മൊത്തം 2 വലിയ 2 ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയല്ല, CO കഴിഞ്ഞ് താഴെ ആ ഓന്റെ താഴെയായിട്ട് വരുന്നത് നമ്മൾ കേൾക്കാറുള്ള വാക്കാണ് അല്ലെ. പഠിച്ചപ്പോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ സൂചിപ്പിക്കുന്നതാണ്. CO കാർബണിന്റെ 1 ആറ്റം ആൻഡ് ഓക്സിജന്റെ 2 ആറ്റംസ് ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ CO2 ഇങ്ങനെ താഴെ ഇങ്ങനെ ചെറിയ ആ ഓന്റെ താഴെ തൂങ്ങി കിടക്കുന്ന പോലെയാണ് എഴുതുക കേട്ടോ. CO2 കാർബൺ ഡൈ ഓക്സൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന അബ്രീവിയേഷൻ ആണ്. അടുത്തത് COLD കോൾഡ് ആണ്. പക്ഷെ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്, കോൾഡ്. അതായത് നിരന്തരമായിട്ട് ഇങ്ങനെ എന്താ പറയാ നമുക്ക് ഉണ്ടാകുന്ന ചില ലങ് ഡിസീസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. COLD ക്രോണിക്. C എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് O ആൻഡ് ലങ് L ആണ്. ഡിസീസിന്റെ D ആണ്.
അടുത്ത COPD, COLD ആണ് ആദ്യം പറഞ്ഞത്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് ആണ് കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് ആണ് COPD-നെ റെപ്രസെന്റ് ചെയ്യുന്ന അബ്രീവിയേഷൻ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി, രണ്ടെണ്ണത്തിലും CO കോമൺ ആണ്, രണ്ടിടത്തും അത് തന്നെയാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് തന്നെയാണ് രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ L ലങ്സ് ആൻഡ് ഡിസീസിനെ സൂചിപ്പിക്കുന്ന LT-യും ഇവിടെ PD ആണ്. അതുകൊണ്ട് P മാത്രം അക്ഷരം മാറിയിട്ട് പൾമിനറി എന്നാണ്. പൾമിനറി ഡിസീസ് ആണ്. അടുത്ത CP ചെസ്റ്റ് പെയിൻ എന്നോ കെമിക്കലി പ്യുവർ എന്നോ സെറിബ്രൽ പാൾസി എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്ന ഒരു വേർഡാണ് കേട്ടോ. CP പാൾസി, അതായത് സെറിബ്രൽ പാൾസി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്നെസ് എന്നൊക്കെയാണ് അർത്ഥം. വിത്ത് എന്താ പറയാ, നമ്മളുടെ മസിൽസ് അവിടെ ഒക്കെ ഉണ്ടാവുന്ന ഒരു വീക്ക്നെസ് നമുക്കിപ്പോ മൂവ് ചെയ്യാനായിട്ട്. അതായത് ചൈൽഡ്ഹുഡിലാണ് ഇത്തരം ഒരു പ്രശ്നമൊക്കെ കൂടുതലും ഉണ്ടാകുക കുട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ. അതായത് എന്തെങ്കിലുമൊക്കെ തല പ്രശ്നങ്ങൾ, ഡിസോർഡേഴ്സ് ഉള്ളത് കൊണ്ടേ എന്ത് പറ്റുന്നു, ഒരു നമ്മുടെ ബോഡിയൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ബാലൻസ് കറക്റ്റ് ആവാൻ പറ്റാത്ത അവസ്ഥ, നമുക്ക് കറക്റ്റ് ആയിട്ട് പോസ്ചർ ചെയ്യാൻ പറ്റാത്ത, അതായത് നിൽക്കാനൊക്കെ എന്താ പറയാ ഹെൽപ്പ് ഇല്ലാതെ, മറ്റുള്ളവരെ ആശ്രയമില്ലാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ കുറെ പ്രോബ്ലംസിന്റെ ആ ഒരു ഫലമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. മെനി പ്രോബ്ലംസ്, കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. നടക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ സ്വന്തമായിട്ട് ആരുടെയും സഹായമില്ലാതെ ബാലൻസ് ചെയ്ത് ഒരു പോസ്റ്റർ ആകാനോ ഒക്കെ പറ്റാത്ത ഒരവസ്ഥയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, CP ചെസ്റ്റ് പെയിൻ അല്ല, അതിനേക്കാൾ കൂടുതൽ അതിന് യോജിക്കുന്നത് സെറിബ്രൽ പാൾസി ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോട്ട് ചെയ്യേണ്ടത് ഏതാണെന്നൊന്ന് പറഞ്ഞുതരാം. എന്താണ് അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലതാ, സെറിബ്രൽ പാൾസി എന്നൊക്കെ പറയുന്നത്. അടുത്ത CPR നമുക്കറിയാം, കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. നേരത്തെ എപ്പോഴാണ് കേട്ടത്? ഈ ഒരു പാഠം തുടങ്ങിയപ്പോ തന്നെ അല്ലേ, ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോ തന്നെ കേട്ടിരുന്നില്ലേ? ഇല്ലേ? നമ്മള് പറഞ്ഞു ഏത് സഫിക്സുകൾ ചേർക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഈ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അതൊരു എന്താ പറയാ CPR എന്ന് പറയുന്നതിനെ ഷോർട്ട് ആക്കിയിരിക്കുന്നത് ഈ ഒരു സഫിക്സ് ചേർത്തിട്ടാണ്, കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതും എന്താണെന്ന് നമുക്കറിയാം. കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത് CPR കൊടുക്കുന്നതിനെ പറയുന്നതാണ്. CPR കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുക ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആളെ ബ്രീത്തിങ് മാത്രം കൊടുത്താൽ പോരാ, ഹാൻഡ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കറക്റ്റ് ആക്കി വെച്ച് അതിന്റെ മീതെ മറ്റൊരു ഹാൻഡ് കൂടി വെച്ചിട്ട് നമ്മൾ അമർത്തി നന്നായി ചെസ്റ്റിന്റെ ഈ ഒരു താഴെ വരുന്ന രണ്ട് റിബ് കേജിന്റെ താഴെ ഒരുമിച്ച് വരുന്ന ഒരു പൊസിഷനിൽ കൈ അമർത്തി വെക്കുക. അത് നന്നായിട്ട് അമർന്ന് ആളുടെ എന്താ പറയാ അറ്റം വരെ എത്തി അത് പൊങ്ങാനും കൂടി അനുവദിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവിടെ ഉണ്ടാകുന്ന തടസ്സം മാറി ബ്ലഡ് പെട്ടെന്ന് പമ്പ് ചെയ്യപ്പെടുകയും ആളുടെ നേരെയുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരവസ്ഥ. അതാണ് കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത് CPR-ന്റെ ഫുൾ ഫോം ആണ്. ഓക്കെ, CRNA സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തെറ്റിസ്റ്റ് ആണ്. അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണ്. അത് ഏതിനുമായിട്ട് ബന്ധപ്പെട്ടത്? അനസ്തെറ്റിസ്റ്റ് ആരാണ്? കേട്ടോ? അനസ്തെറ്റിസ്റ്റ് ആരായിരിക്കും? അനസ്തേഷ്യയില് എന്താ പറയാ ഭയങ്കരമായിട്ട് പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. അപ്പൊ അതിന് രജിസ്ട്രേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സ്. ഇപ്പൊ അനസ്തേഷ്യ ഒക്കെ കൊടുക്കാനായിട്ട് എല്ലാവർക്കും ഒന്നും പറ്റൊന്നുമില്ല. കാരണം അത് വളരെ എന്താ പറയാ കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം പേഷ്യൻസിന് ഉണ്ടാകാൻ പോകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളൊക്കെ മനസ്സിലാക്കി ആളുടെ കുറെ കാര്യങ്ങളൊക്കെ. അനസ്തേഷ്യന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ചിലത് ജനറലി കൊടുക്കുന്ന അനസ്തേഷ്യാസ് ആണ്, അത് കുഴപ്പമില്ല. പിന്നെ ഡെന്റിസ്റ്റുകൾ കൊടുക്കുന്ന അനസ്തേഷ്യ ഉണ്ട്, അത് ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം എന്താ പറയാ മരവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ചില അനസ്തേഷ്യ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ആളെ ചിലപ്പോ മരണത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള രീതിയിലാണ്. അപ്പൊ അതിനു മുമ്പ് അവരുടെ BP-യും മറ്റു കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ടെമ്പറേച്ചർ മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ആള് നോർമൽ സ്റ്റേജിലാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം അനസ്തേഷ്യാസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് എന്താ പറയാ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സ്, അത് ആ ആളെയാണ് നമ്മൾ CRNA എന്ന് വിളിക്കുക. സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തെറ്റിസ്റ്റ്. അത് പർട്ടിക്കുലർലി ആ ഒരു ഇതിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണ്. അനസ്തേഷ്യ കൊടുക്കുന്ന വിഭാഗത്തിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നേഴ്സ് ആയിരിക്കും അത്. CRT കാപ്പിലറി റീഫിൽ ടൈം കാത്തോഡ് റേ ട്യൂബ് ആണ്. CRT എന്ന് പറയുന്നത് കാപ്പിലറി റീഫിൽ
ടൈം കാഥോഡ്, അതാണ് ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. റേ ട്യൂബ് ആണ്, അതൊരു തരം ട്യൂബ് തന്നെയാണ്. അത് കൂടുതലും ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ, നമ്മുടെ ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് ഫ്ലോന്റെ ആ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബാണ്. ഓക്കെ, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യാനുള്ളത്, വിലയിരുത്താനുള്ള ഒരു ട്യൂബാണ്, ഒരു ടെസ്റ്റിംഗ് ട്യൂബ്. ആ ഒരു ഉപകരണമാണ് CRT എന്ന് പറയുന്നത്, കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ്. അതൊന്നും നമുക്ക് നോട്ട് ചെയ്യാം, കാരണം ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത് എളുപ്പം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അടുത്തത് CSF, അതെന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ സൂചിപ്പിക്കുന്ന അബ്രിവിയേറ്റഡ് ഫോം ആണ് CSF എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു എന്താ പറയാ, നമ്മളുടെ സെറിബ്രം അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ വെൻട്രിക്കിൾസിലും ഒക്കെ എന്താ പറയാ ഒരു തരം വാട്ടർ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ലിക്വിഡ് അതിങ്ങനെ ഇങ്ങനെ വാട്ടറി ഒരു ഫ്ലൂയിഡ് ആണ്. ഇത് ജലാംശം ഒക്കെ ഉള്ള അതൊക്കെ ഉള്ളത് കൊണ്ടേ അങ്ങനെയുള്ള ഒരു ആവരണം അല്ലെങ്കിൽ ഒരു ഇതുള്ളത് കൊണ്ട്, വാട്ടറി ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന ചില വീഴ്ചയോ അല്ലെങ്കിൽ അടിയോ ഒക്കെ കിട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് വലിയ ഇതായിട്ട് തട്ടുമ്പോൾ അതിൽ വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വാട്ടറി ഫ്ലൂയിഡ്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് CSF എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇറ്റ്സ് എ വാട്ടറി ഫ്ലൂയിഡ്. അത് ഏതെങ്കിലും തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ക്ഷതം, അതുപോലെ എവിടെയെങ്കിലും നമ്മൾ തലയടിച്ചൊക്കെ വീഴുക. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ പറയും കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും അടിച്ചു വീഴും അല്ലെ, പക്ഷെ അത് അവർക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരം വലിയ തലയടിച്ചൊക്കെ വീഴുമ്പോൾ നമ്മൾ അയ്യോ ഇനി ബ്രെയിനൊക്കെ പൊട്ടിപ്പോയോ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും നമ്മൾ അതിനെ കുറിച്ച്. പക്ഷെ അത് ഒരു പരിധി വരെ, ഒരു ഇത്ര പെർസെന്റേജ് വരെയൊക്കെ അത് വലിയ ക്ഷതമില്ലാതെ വലിയ ഡാമേജ് ഒന്നും കോസ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അങ്ങനെ ഒരു ആവരണമുണ്ട്. അതൊരു വാട്ടറി ഫ്ലൂയിഡ് ആണ്. അപ്പൊ ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന ആഘാതങ്ങളെയൊക്കെ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ വാട്ടർ ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത CSM ആണ്. CSM സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ കാരോട്ടിഡ് സൈനസസ് മസാജ് എന്നും ഒക്കെ അതിന് ഷോർട്ട് ഫോം ഉണ്ട്. അതാണ് CSM, കാരോട്ടിഡ് സൈനസ് മസാജ് അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അത് നമ്മൾ സാധാരണ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ മെനിഞ്ചൈറ്റിസ്. അതായത് ചില ബാക്ടീരിയാസോ അല്ലെങ്കിൽ ബാക്ടീരിയ ആണ് കൂടുതലും, ബാക്ടീരിയയുടെ കോസ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ സ്പൈനൽ കോഡിലോ അല്ലെങ്കിൽ ബ്രെയിനിലൊക്കെ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുക. ഒരുതരം ഫംഗി അല്ലെങ്കിൽ ബാക്ടീരിയ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരുതരം അസുഖം. അത് ബ്രെയിനിൽ സ്പൈനൽ കോഡിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അതിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കാം. അപ്പൊ സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ് CSM അതിനെയും നമുക്ക് സൂചിപ്പിക്കാം. അതുപോലെ തന്നെ കാരോട്ടിഡ് സൈനസ് മസാജ് അതും CSM എന്ന് പറയുന്ന ആ ഒരു അബ്രിവിയേഷൻ ഫോം കൊണ്ടാണ് സൂചിപ്പിക്കുക. അടുത്തത് CVM അല്ല, അവിടെ CVA ആണ് വരേണ്ടത് കേട്ടോ. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ആണ്. സോ A ആണ്, എമ്മിന് പകരം നിങ്ങൾ അവിടെ ഒന്ന് വെട്ടി അതൊന്ന് A ആക്കുക കേട്ടോ. CVM അല്ല, A ആക്കുക. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. CVM എന്താണെന്ന് കൂടി പറഞ്ഞുതരാം, അത് വേറെയുണ്ട്, അത് വേറെയാണ്. പക്ഷെ ഇവിടെ അത് അക്ഷരം മാറിപ്പോയതാ. CVA എന്നാക്കുക കേട്ടോ. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ഓക്കെയോ? സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ആണ് കേട്ടോ. ഇത് നമ്മുടെ സെറിബ്രത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു തരം ആഘാതം. അപ്പൊ അത് സ്ട്രോക്ക് ആണ്. അതിന്റെ മറ്റൊരു പേര് വേണമെങ്കിൽ അതിനെ പറയാം. സ്ട്രോക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. സ്ട്രോക്ക് എന്നുകൂടി അതിന് മീനിങ് ഉണ്ട്. സ്ട്രോക്ക് വന്നാൽ എന്താ സംഭവിക്കാം? നമ്മള് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ആളുകളെ നിരീക്ഷിച്ചിട്ടുണ്ടാകും, നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ചിലരൊക്കെ ഭയങ്കരമായിട്ട് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകും. അവർക്ക് തന്നെ എന്തൊക്കെയാ ചുറ്റി നടക്കുന്ന ആളുകളെ മനസ്സിലാകാത്ത അവസ്ഥ അല്ലെ സ്ട്രോക്ക് വരിക. അപ്പൊ അന്നേരം ചിലപ്പോൾ നമ്മുടെ ഫേസിനോ അല്ലെങ്കിൽ ഒരു ഭാഗമൊക്കെ തളർന്നു പോകുക, ഫേസ് ഒക്കെ ഒരു വശത്തേക്ക് പോകുക, എന്താ പറയാ ഫേസിൽ ഇപ്പൊ അവർക്ക് ചുണ്ടുകളോ ഇതൊക്കെ പ്രോപ്പറായിട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മൊത്തത്തില് ഒരു വശമൊക്കെ ആയിട്ട് മൊത്തം തളർന്നു പോകുന്ന ഒരു അവസ്ഥ. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ഓർ സ്ട്രോക്ക് എന്നാണ് CVA എന്ന് പറയുന്നതിന്റെ അബ്രീവിയേറ്റഡ് ആൻഡ് എക്സ്പാൻഡഡ് ഫോം. CVA ആണ് ട്ടാ. CVM നിങ്ങൾ വേറെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അത് ഞാൻ പറയാം. ഒന്ന് എഴുതി വെക്കുക, അത് വേറെയാണ്. CVM അവിടെ ഇല്ല. നിങ്ങളവിടെ CVM എന്ന് കാണുമ്പോൾ അതിന് പക്ഷെ അവർ കൊടുത്തേക്കുന്ന അബ്രീവിയേഷനിൽ മാറ്റം വന്നതാണ്.
അതുകൊണ്ട് CVM ഒന്ന് എഴുതി വെച്ചേക്കാം. കൺജനിറ്റൽ വാസ്കുലർ malformations. Congenital, CONGENITAL, congenital vascular malformations, 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 CVM, congenital vascular malformations. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അത് അവിടെ കിടക്കുന്നില്ല. CVA ആണ് നമുക്ക് തന്നിരിക്കുന്ന അബ്രിവിയേഷനിലോട്. അടുത്തത് CVP എഴുതാൻ പറ്റിയോ? പറഞ്ഞത് എഴുതിയോ? കൺജെനിറ്റൽ വാസ്കുലർ മാൽഫോർമേഷൻ എഴുതി മിസ്സേ. ഓക്കെ. ദെൻ അടുത്തത് ഏതാണ്? CVM പറഞ്ഞു. അടുത്തത് CVP ആണ്, സെൻട്രൽ വെനസ് പ്രഷർ ആണ്. സെൻട്രൽ വെനസ് പ്രഷർ, CVP, സെൻട്രൽ വെനസ് പ്രഷർ ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ മതി. CXR, ചെസ്റ്റ് എക്സ്റേക്ക് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. CXR, ചെസ്റ്റ് എക്സ്റേ കേട്ടോ. CXR സിമ്പിൾ ആയിട്ട് പഠിക്കാം അത്. അടുത്ത D&C കേട്ടോ, എവിടെയെങ്കിലും D&C എന്ന്? D&C നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു വാക്ക്. ഡൈലേഷൻ ആൻഡ് ക്യൂററ്റേജ് എന്നാണ്. ഡൈലേഷൻ ആൻഡ് ക്യൂററ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, സ്ക്രേപ്പിംഗ് ആൻഡ് റിമൂവിങ് സം ടിഷ്യൂസ് ഫ്രം ദ ഇന്നർ ലെയർ ഓർ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. യൂട്രസിൽ നിന്ന് എന്തോ ഒരു ടിഷ്യൂസ് ഇങ്ങനെ എന്താ പറയാ സ്ക്രേപ്പ് ചെയ്ത് എന്താ പറയാ ഇങ്ങനെ ചുരുട്ടി കളയുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ D&C കേട്ടോ. DC അല്ല, D&C എന്ന് പറയാ, ഡൈലേഷൻ ആൻഡ് കറക്റ്റേജ്. ഞാനത് എഴുതി തരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് അറിയണമല്ലോ നമുക്ക്. ഇവിടെ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആളുകൾ പറയണേ D&C എന്നൊക്കെ. ഓക്കെ. അടുത്ത D/C കൊടുത്തിട്ടുണ്ട്, അത് ഡിസ്കണ്ടിന്യൂ. പിന്നെ എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ കേട്ടോ, അതിനെയാണ് ഡിസ്കണ്ടിന്യൂ. ചിലപ്പോ മെഡിക്കൽ ടേംസിൽ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന, ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതിന് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അബ്രിവിയേറ്റഡ് ഫോം ആണ് D/C, DC. അടുത്തത് DIFF ആണ്, ഡിഫറൻഷ്യൽ. വ്യത്യസ്തമായത് ഡിഫറൻഷ്യൽ, DIFF, 2 F ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗം മനസ്സിലാകും. ഡിഫറൻഷ്യൽ എന്ന വാക്കാണ് അതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം. DIG, ഡിക്സോക്സിൻ ആണ് കേട്ടാ. ഡിക്സോസിൻ എന്ന് പറയുന്ന DIG അത് എന്താണെന്ന് കൂടി നമുക്ക് എഴുതി വെക്കാം. ഡിക്സോക്സിൻ ആണ്, അത് ഞാൻ പറഞ്ഞുതരാം പിന്നീട്. ഓക്കെ. അടുത്തത് DIG ആണ് കേട്ടോ, അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത DM, ഡയബറ്റീസ് മെലിറ്റസ് ആണ്. DM, ഡയബറ്റീസ് മെലിറ്റസ്. DM മെലിറ്റസ് ആണ് M എന്ന് പറയുന്നത്. അടുത്ത DOA, ഡെഡ് ഓൺ അറൈവൽ എന്നാണ്. അതായത് നമ്മൾ പോരുന്ന വഴിക്ക് വെച്ച് മരണപ്പെടുക. DOA സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടെ നിന്ന് എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു. DOA പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം അതാണ്, അറൈവലിന്റെ സമയത്ത് തന്നെ മരിച്ചു. അടുത്ത DOE ആണ്, ഡിസ്പിനിയ ഓൺ എക്സേർഷൻ ആണ്. ഒരു തരം ശ്വാസ തടസ്സത്തെയാണ് DOE, ഡിസ്പിനിയ ഓൺ എക്സേർഷൻ. ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട്, ഒരു തടസ്സം, അതാണ്. DON, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ്. DON, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. DON-നെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് DON. DON എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ്. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ഇത്രയും ഈ ഒരു പേജിൽ 74 വരെയുള്ള, അതായത് നമ്മുടെ 53 മുതൽ 74 വരെയുള്ള അബ്രിവിയേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി കുറച്ച് കാര്യങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെക്കാം കേട്ടാ, എന്നിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അനസ്തെറ്റിസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. അനസ്തെറ്റിസ്റ്റ്, ANAESTHETIST, അനസ്തെറ്റിസ്റ്റ്. ഒന്ന് ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. A person who gives anesthesia. A person who gives anesthesia. A person who gives anesthesia. അടുത്തത് CRT നമ്മൾ പറഞ്ഞത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തതിൽ എന്താണ് അതിന്റെ മീനിങ് ഒന്ന് എഴുതാം. CRT, കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ്, എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി എഴുതി വെച്ചേക്കാം കേട്ടാ. CRT ഫുൾ ഫോം ഇപ്പൊ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഫുൾ ഫോം ഓൾറെഡി നിങ്ങൾക്കുള്ള നോട്ടിലുണ്ട്, അതെന്താണെന്നൊന്ന് എഴുതി വെക്കാം. CRT
It is a test used to assess. It is a test used to assess, ASSESS, assess blood flow to tissues. മറ്റു ടിഷ്യൂസിലേക്ക് ബ്ലഡ് ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ട്യൂബാണ്. ഫ്ലോ ടു ടിഷ്യൂസ്, CRT, അതിനകത്താണ് അത് വരിക. അടുത്ത CSF-ലാണ്. CSF-ല് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഒന്ന് എഴുതി വെച്ചേക്കാം. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതി വെക്കാം. വാട്ടറി ലിക്വിഡ് ദ്രാവ രൂപത്തിലുള്ള ഒരു ഇതാണ്, വെള്ളം പോലത്തെ ഒരു ലിക്വിഡ് ദാറ്റ് കണ്ടിന്യൂവലി CONTINUALLY continually circulates through brain's ventricles. Brains, BRAIN', brain's ventricles. തലച്ചോറിന്റെ വെൻട്രിക്കിൾസിലൂടെ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ആ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ കിടന്നിങ്ങനെ അപ്പൊ ബ്രെയിനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെട്ടെന്ന് ഉണ്ടാകുന്ന വീഴ്ചയോ തലയടിച്ചൊക്കെ വീഴുക അല്ലെങ്കിൽ തലയ്ക്ക് അടിയേൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര പെട്ടെന്ന് അതിനെ കാര്യമായിട്ട് ബാധിക്കാത്ത ഒരു പെർസെന്റേജ് വരെയൊക്കെയാണ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അതിന് പറ്റുള്ളൂ. അതല്ലാതെ അതിനേക്കാൾ ആഘാതമാണ് എങ്കിൽ ചിലപ്പോ പറ്റില്ല, അതൊക്കെ മരണത്തിലേക്ക് പോകും. ബ്രെയിനിലേക്കൊക്കെ അടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആഘാതത്തെ തടയാൻ അതിനെ കൊണ്ട് സാധിക്കും. ആ വാട്ടറി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ലിക്വിഡിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ CSF എഴുതി. അടുത്തത് CSM, മെനിഞ്ചൈറ്റിസ്. CSM അതിൽ വരുന്ന വാക്കാണ് സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ്. അതിലെ മെനിഞ്ചൈറ്റിസ് എന്താണെന്നൊന്നും നോട്ട് ചെയ്തേക്കാം. മെനിഞ്ചൈറ്റിസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഇൻഫെക്ഷൻ ടു സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ, mainly due to bacteria or fungus, പ്രധാനമായിട്ടും ബാക്ടീരിയ കൊണ്ടാണ്. മെയിൻലി ഡ്യൂ ടു ബാക്ടീരിയ ആൻഡ് ഫംഗസ്, ആൻഡ് ഇറ്റ് കോസസ് ഇൻഫ്ലമേഷൻ. അവിടെ വല്ല നീർവീക്കം പോലെ ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ വരിക, അതൊക്കെയാണ് സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസിന്റെ. അതാണ് അതിന്റെ ഒരു ഷേപ്പ്, അതാണ് അങ്ങനെ വീർത്തു വരും. അപ്പൊ അവിടെ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കൊണ്ട്, അതാണ് CSM. ഓക്കെ, CVA നമ്മൾ ഓൾറെഡി എഴുതി, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങളോട് ഒരു സ്ട്രോക്ക് എന്ന് എഴുതാൻ പറഞ്ഞിരുന്നു. CVA, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്, CVA, അത് സ്ട്രോക്ക് ആണ്. അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് D&C, അതൊന്ന് എഴുതി വെച്ചേക്കാം. ഡയലേഷൻ ആൻഡ് ക്യൂറട്ടേജ്. ഡയലേഷൻ ആൻഡ് ക്യൂറട്ടേജ്, D&C, ഡയലേഷൻ ആൻഡ് ക്യൂറട്ടേജ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. എന്താണെന്നൊന്ന് എഴുതി വെച്ചേക്കാം. സ്ക്രേപ്പ് ആൻഡ് റിമൂവ്, SCRAPE, ചുരണ്ടുക എന്നർത്ഥം. അവിടെ സ്ക്രേപ്പ് ആൻഡ് റിമൂവ് ടിഷ്യൂ ഫ്രം the inner lining of uterus. Tissue from the inner lining of uterus. UTERUS, യൂട്രസിന്റെ ഇന്നർ ലൈനിങ്ങിൽ നിന്ന്, ഇന്നർ പാർട്ടിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി ടിഷ്യൂസ് കളയുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ടിഷ്യൂസ് കളയുന്നതിന്റെ കാരണമൊക്കെ നമുക്കറിയാലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വരുമ്പോ ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കളയും, ചുരണ്ടി. അതാണ് D&C എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അവിടെ വരെ ഒന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ആ നോട്ട് ചെയ്ത കാര്യങ്ങളും കൂടി നിങ്ങൾ ചേർത്ത് വായിക്കണം കേട്ടോ, പഠിക്കണം.
വേഗം ഒന്ന് വായിച്ചു നോക്കി അബ്രീവിയേഷൻസ് ഇപ്പൊ പറഞ്ഞത്. ആദ്യത്തെ അബ്രീവിയേഷൻസിൽ ആദ്യത്തെ പേജിൽ ഉണ്ടായിരുന്നത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, പിന്നത്തതൊക്കെ വലിയ കുഴപ്പമില്ല. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ഏതാന്ന് നോക്കിയേ, DOS ആണ്, ഡെഡ് ഓൺ സീൻ എന്നാണ്. അതായത് ആ സീനിൽ വെച്ച് അല്ലെങ്കിൽ ആ സൈറ്റിൽ വെച്ചിട്ട് മരിക്കുക, അതാണ് DOS, ഡെഡ് ഓൺ സീൻ. സീൻ നടക്കുന്ന സമയത്ത് മരിക്കുക എന്നാണ്, അതാണ് അർത്ഥം DOS. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ, അതാണ് കേട്ടോ ഡിഫ്തീരിയ, അതാണ് D എന്ന് പറയുന്നത്. പെർട്ടൂസിസ് P ആണ്, ആൻഡ് ടെറ്റനസ് അതിന്റെ T ആണ് കേട്ടോ. ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ ഒരു തരം വാക്സിൻ ആണ് DPT. നേരത്തേക്ക് കൊടുക്കുന്നതാണ് കുട്ടികൾ. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് വാക്സിൻ ആണ്. ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ, ടെറ്റനസ് കൊണ്ട് ഉണ്ടാകുന്ന നമ്മള് എന്താ പറയാ ടെറ്റനസ് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമല്ലോ, അതുപോലെയുള്ള വാക്സിൻ ആണ്. DSD, ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് എന്നാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. DSD, സ്റ്റെറൈൽ ഡ്രസ്സിംഗ്, അതായത് ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ആണ്. ഇത് നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ എന്താ പറയാ ഡ്രൈ ആയിട്ടുള്ളതും സ്റ്റെറൈൽ ചെയ്തതുമായിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് DSD എന്ന് പറയുന്നത്. DTAP, അത് നേരത്തെ പറഞ്ഞതുപോലെ ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് അസെല്ലുലാർ പെർട്ടോസിസ് വാക്സിൻ ആണ് കേട്ടോ. DTAP ചെറുതായിട്ട് ഒരു ചെറിയ മാറ്റം ഉണ്ട് അതിനകത്ത്. അസെല്ലുലാർ എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് കൂടുതൽ വന്നിട്ടുണ്ട്. എസെല്ലുലാർ ഡിഫ്തീരിയ, ടെറ്റനസ് അക്ഷരങ്ങൾ ഓരോന്നും മാച്ച് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ. നേരത്തെ DPT ആയിരുന്നു, ഡിഫ്തീരിയ, പെർട്ടോസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ ആണ്. ഇപ്പൊ പറഞ്ഞത് DTAP ആണ്, അത് ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് അസെല്ലുലാർ പെർട്ടോസിസ് വാക്സിൻ ആണ്. അടുത്തത് DTP, DPT നേരത്തെ പറഞ്ഞു, ഇത് DTP ആണ്. അതെന്താണ്? ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് പെർട്ടോസിസ് വാക്സിൻ ആണ്. അസെല്ലുലാർ ഇല്ല അതിനകത്ത്. ഓക്കെ, അതാണ് DTP. DTPയും അതുപോലെ തന്നെ DPTയും രണ്ടും ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് ഏതാണ്? DTS ആണ്. S ഷോർട്ട് ഫോം ആണ്, കാരണം S ഒരു പ്രത്യേക വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ, ടീന്റെ കൂടെയുള്ള S ആണ് കേട്ടോ. ഡെലിറിയം ട്രെമൻസ് ആണ്, ഡെലിറിയം ട്രെമൻസിനെ സൂചിപ്പിക്കുന്നതാണ് DTS, ഡെലിറിയം ട്രെമൻസ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാലേ? ഈ ഡെലിറിയം ട്രെമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ട്രെമൻഡിങ് ഒരു അവസ്ഥയാണ് കേട്ടോ. ട്രെമൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ മദ്യമൊക്കെ അധികം ഉപയോഗിച്ചിരിക്കുന്ന ആളുകളെ അതിൽ നിന്നും ഡ്രോ ബാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ വിറവല്, ഷിവറിങ് ഒക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ ചിലർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് പോകും. അതിനെയാണ് ഡെലിറിയം ട്രെമൻസ് എന്ന് വിളിക്കുക. DTS എന്നാണ് അതിനെ ഷോർട്ടാക്കി പറയാം. എഴുതി തരാം കേട്ടോ, അതെന്താണ് ഡെലിറിയം ട്രെമൻസ്. അടുത്ത DVT, ഡീപ്പ് വെനസ് ത്രോംബോസിസ്, ഡീപ്പ് വെനസ് ത്രോംബോസിസ് DVT എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. D5W, D5W എന്നാണ് അത്. 5 ഇച്ചിരി താഴെയായിട്ട് D5W എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഗ്ലൂക്കോസ്. അതായത് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ 5% എന്താ പറയാ ഗ്ലൂക്കോസ് ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ. നമ്മളുടെ നമുക്ക് ഏതെങ്കിലും തരത്തില് നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡിന്റെ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ, ഇപ്പൊ ഡയറിയ അതൊക്കെ പോലെയുള്ള ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ, ഒരുപാട് ഛർദിയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് വാട്ടർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും അല്ലെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ സാധാരണ ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നതാണ് ഗ്ലൂക്കോസ് കയറ്റുക എന്ന് പറയുന്നത്. അപ്പൊ വാട്ടറിനകത്ത്, വെള്ളത്തിനകത്ത് 5% ഗ്ലൂക്കോസ്
കലർത്തിയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. അതിനെയാണ് D5W ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ എന്നാണ് അതിനെ വിളിക്കുക. അതൊക്കെ നമുക്ക് അറിയാവുന്നതുമായിട്ട് കണക്ട് ചെയ്താൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് എഴുതി തരാം കേട്ടോ. അതായത് DX ഡയഗ്നോസിസ് ചെയ്യുന്നതിനെയാണ് DX എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ ചികിത്സ. അടുത്തത് ECG. എന്താ ECG? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് വെച്ചാൽ എന്താ? ECG കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു തരം പെയിൻലെസ് ടെസ്റ്റ് ആണ്. യൂസ്ഡ് ടു ഡിറ്റക്ട് ഹാർട്ട് പ്രോബ്ലംസ്. നമ്മുടെ ഹാർട്ടിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒരു പെയിൻ ഒന്നുമില്ലാതെ, വേദനകളൊന്നുമില്ലാതെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ECG എടുക്കുക എന്ന് പറയും അല്ലെ. വേദനിപ്പിക്കാതെ, ശരീരത്തിലേക്ക് വേദന അനുഭവപ്പെടുത്താതെ തന്നെ ഏതെങ്കിലും എന്താ പറയാ ഹാർട്ടിനുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ടെങ്കിലും, ഒന്നിൽ കൂടുതലൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ബ്ലോക്ക് ഉണ്ടോ, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രശ്നം മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ്. പെയിൻഫുൾ അല്ല, അത് ECG എന്നാണ് പറയാ, ഇലക്ട്രോ കാർഡിയോഗ്രാം. അത് തന്നെ എന്താ പറയാ. അടുത്തത് ED ആണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതാണ് ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. വേറെ അത് കൂടുതലൊന്നുമില്ല. EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ EDC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഈ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ആണ്. അതായത് ഒരു പെണ്ണ് എന്താ പറയാ പ്രഗ്നന്റ് ആയിട്ട് ആ ആളുടെ ഡേറ്റ് നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്യില്ലേ, എത്രാം തീയതി ഏകദേശം. ഡോക്ടേഴ്സ് ഒക്കെ അത് ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് നേരത്തെ തന്നെ പറഞ്ഞു വെക്കും, ഇന്ന ഡേറ്റിലാണ്. ആ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഡെലിവറി ഡേറ്റ് നേരത്തെ കൂട്ടി എക്സ്പെക്ട് ചെയ്ത് പറയുക. അതാണ് കൺഫൈൻമെന്റ്, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്, EDC എന്ന് സൂചിപ്പിക്കുക. അടുത്തത് EEG ആണ്. EEG ഇലക്ട്രോസെഫാൽഗ്രാം ആണ് കേട്ടോ. ഇലക്ട്രോസെഫാൽഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അത് എന്താ പറയാ, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പറയുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. ഇലക്ട്രോസെഫാൽഗ്രാം ആണ് EEG എന്ന് പറയുന്നത്. അടുത്തത് ഫോർ എക്സാമ്പിളിനെ സൂചിപ്പിക്കുന്ന EG ഫോർ എക്സാമ്പിൾ ആണ്. അടുത്തത് EKG എന്ന് പറയുന്നതും ഇലക്ട്രോ കാർഡിയോഗ്രാം. നേരത്തെ പറഞ്ഞ ECGയുടെ തന്നെ ഇലക്ട്രോ ആ കെയും കൂടി ഉപയോഗിച്ച് എഴുതാറുണ്ട്. അതുകൊണ്ടാണ് കെ വന്നേക്കണേ. EKGയും ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്ന പെയിൻലെസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് രീതി ടു ഡിറ്റക്ട് ദ ഹാർട്ട് പ്രോബ്ലംസ് തന്നെയാണ്. ENT നമുക്കറിയാവുന്ന ഇയർ നോസ് ത്രോട്ട് തന്നെയാണ്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ER എമർജൻസി റൂം ആണ്. ER എമർജൻസി റൂം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ED ആണ്, എമർജൻസി റൂം ആണെങ്കിൽ ER. ET എന്താണ്? എൻഡോട്രാക്കിയൽ ട്യൂബാണ്. എൻഡോട്രാക്കിയൽ ട്യൂബാണ്, ട്രക്കിയയിലൂടെ കടത്തിവിടുന്ന ഒരു ട്യൂബാണ് ET. ചിലപ്പോ ശ്വാസനാളത്തിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ETA അടുത്തത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എത്തിച്ചേർന്ന ആ ഒരു ഏകദേശ എസ്റ്റിമേറ്റഡ് ടൈം ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ETA. ETOH എത്തൈൽ ആൽക്കഹോൾ ആണ്. എത്തൈൽ ആൽക്കഹോൾ ആണ് ETOH സൂചിപ്പിക്കുന്ന അബ്രിവിയേഷൻ. ETT എൻഡോട്രാക്കിയൽ ട്യൂബ് തന്നെയാണ്. അപ്പൊ എൻഡോട്രാക്കിയൽ ട്യൂബിന് നമുക്ക് ET എന്നോ ETT എന്നോ റെപ്രസെന്റ് ചെയ്യാം. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അടുത്തത് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടാ. ഡിഗ്രി ഫാരൻഹീറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഡിഗ്രിയുടെ ചിഹ്നമാണ് ആദ്യം ഇട്ടേക്കുന്നത്, അത് കഴിഞ്ഞിട്ട് F. മറ്റേത് ഡിഗ്രി സെൽഷ്യസിലൊന്നും അങ്ങോട്ട് മാറിപ്പോയത്. ഡിഗ്രീസ് ഫാരൻഹീറ്റ് ഊഷ്മാവ് അളക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ്. അപ്പൊ ഡിഗ്രീസ് ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു 0 ആദ്യം, അത് കഴിഞ്ഞ് F. ഓക്കെ, അപ്പൊ ഇത്രയും ഇതാണ് നമ്മളുടെ ഈ ഒരു പേജിൽ നമുക്ക് അറിയാനുള്ള അബ്രീവിയേഷൻസ്. അതിലൊന്ന് രണ്ടെണ്ണം ഒന്ന് വേഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടാ. ഒന്ന് പറഞ്ഞത് ECG ഒന്ന് എഴുതി വെക്കാം. ECG പെയിൻലെസ് ടെസ്റ്റ്. പെയിൻലെസ് ടെസ്റ്റ്. പെയിൻലെസ് ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഹാർട്ട് പ്രോബ്ലംസ്. യൂസ്ഡ് ടു ഡിറ്റക്ട് ഹാർട്ട് പ്രോബ്ലംസ്. അടുത്തത് പറഞ്ഞത് ഡെലിറിയം ട്രെമൻസ് ആണ്. ഡെലിറിയം ട്രെമൻസ്, DTS. അതൊന്ന് എഴുതി വെക്കാം. A severe situation of shivering ആകാം, vomiting ആകാം, VOMITING vomiting, etc. due to the withdrawal of alcohol. Due to the withdrawal, WITHDRAWAL, withdrawal of alcohol. ആൽക്കഹോൾ നിരന്തരം ഉപയോഗിച്ചിരുന്ന ആള്, പക്ഷെ അത് പെട്ടെന്ന് നിർത്തി.
എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണല്ലോ ഇതൊക്കെ അറിയുക. അപ്പൊ നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിലേക്ക് വരാൻ, അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ സാധാരണഗതിയിലേക്ക് വരാൻ ഒത്തിരി സമയമെടുക്കും. അപ്പൊ ചിലപ്പോൾ അതിൻ്റെതായ സിംറ്റംസ് ബോഡി പ്രകടമാക്കും. അത് ഷിവറിങ്ങിലും ആകാം, ചിലപ്പോൾ ഭയങ്കര ഛർദിയാകാം, കിടക്കുന്നിടത്ത് നിന്ന് പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥയാകാം. അത് പല കാര്യങ്ങളിലുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലക്ഷണങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ ആണ് നമ്മൾ ഡെലിറിയം ട്രെമൻസ് എന്ന അതുകൊണ്ട് ഉപയോഗിക്കുക. അടുത്ത D5W, അതുകൂടി ഒന്ന് എഴുതിയേക്കാം. എ ഫോം ഓഫ് ഗ്ലൂക്കോസ്. എ ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണ് D5W. നമ്മുടെ വെയിൻസിലൂടെ IV കാനുല ഉപയോഗിച്ച് വെയിൻസിലൂടെ ആ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിവിട്ട് നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റിന്റെ അളവ് കൂട്ടാൻ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂട്ടാനായിട്ട്, ഹൈഡ്രേറ്റ് ചെയ്യാൻ, ബോഡിയെ ഈർപ്പം ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. എ ഫോം ഓഫ് ഗ്ലൂക്കോസ് എഴുതിയാൽ മതി, D5W. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. ഗ്ലൂക്കോസിന്റെ അളവ് 5% വെള്ളത്തിൽ കലർത്തിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. എഴുതി തന്ന എക്സ്ട്രാ നോട്ടുകൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. എഴുതി തരുന്ന നോട്ടായിട്ട് എഴുതിക്കോ എന്ന് പറയുന്ന സാധനം എന്തായാലും വായിച്ചു പോകണം കേട്ടാ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് ഇന്ന് 96 വരെയുള്ള അബ്രീവിയേഷൻസ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ച് തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടാ. ഓക്കെ, നമുക്ക് ബൈ. താങ്ക് യു മിസ്.